ഒരു നിവേദനത്തിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി ദഅഉതു ഫലം തുജിബ് ദഅവതി ഫഅല്ലിംനി ശൈഅൻ അദ്ഉക ബി. അല്ലാഹുവേ, ഞാൻ നിന്നോട് പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു, ചില പ്രാർത്ഥനകളൊന്നും എന്നിൽ നിന്നും നീ സ്വീകരിക്കുന്നില്ല, അവയ്ക്ക് നീ ഇജാബത്ത് മറുപടി നൽകുന്നില്ല. ഏത് അമൽ ചെയ്തിട്ടാണ് നിന്നോട് ഞാൻ ദുആ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമയോട് പറഞ്ഞു, യാ മൂസ, ഇദാ ദഖല അയ്യാമുൽ അശ്രി മിൻ ദിൽ ഹിജ്ജ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഖ്ലി ഹാജത. ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസം നിന്നിലേക്ക് കടന്നു വന്നാൽ, സമാഗതമായി കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നീ ദുആ ചെയ്യുക, നിന്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുക, നിന്റെ സർവ്വ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി തരുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംശയം പ്രകടിപ്പിച്ചു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലുഹാ. അല്ലാഹുവേ, നിന്റെ എല്ലാ അടിമകളും ദാസന്മാരും ഇത് സർവ്വസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു പറഞ്ഞു, യാ മൂസാ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഹാദിഹിൽ അയ്യാമി മർറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ ഈ ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ, ലൗ ഉദിഅത്തിസ് സമാവാതു സബു വൽ അർളൂന സബു ഫീ കഫത്തിൽ മീസാൻ. ശേഷം ത്രാസിന്റെ ഒരു തട്ടിൽ ആകാശഭൂമികൾ വെക്കുകയും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫിൽ കഫത്തിൽ ഉഖ്റാ, ത്രാസിന്റെ മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെക്കുകയും ചെയ്താൽ, ലതഖുലത് വറജഹത് ഹാദിൽ മഖാലതു അലൈഹിന്ന ജമീആ. ആകാശഭൂമികളെക്കാളും ഏറ്റവും ഭാരമുള്ളതും ഏറ്റവും തൂക്കമുള്ളതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനായിരിക്കുമെന്ന് മൂസാ നബി അലൈഹിസ്സലാമയോട് അല്ലാഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു.